കെ.ബി. ഗണേഷ് കുമാറിൻ്റെ തട്ടകം ആദ്യകാലത്ത് സിനിമയായിരുന്നു. സിനിമയിൽ നായക കഥാപാത്രമൊന്നുമില്ലല്ലോ, അവിടെ ഒരു വില്ലൻ റോളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ മന്ത്രിസഭകളിലും മാറി മാറി ഇരുന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ എല്ലാം ആ മന്ത്രിസഭയ്ക്ക് പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഗണേശനിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഗണേഷ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഗണേഷ് ഇങ്ങനെ തന്നെയാകുമ്പോൾ ഗണേഷ് കാരണം പ്രത്യേകം പ്രതിച്ഛായ നഷ്ടപ്പെടുന്നുമില്ല. ഗണേഷ് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് പത്തനംതിട്ട ആളുകൾ വോട്ട് ചെയ്തത്. പത്തനാപുരത്ത് രണ്ട്, ഗണേഷ് ഇങ്ങനെയൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മന്ത്രിസഭയിലെടുക്കുന്നത്. ഗണേഷിന് കൈയടിക്കുമ്പോഴും ഗണേഷ് ഇങ്ങനെയൊക്കെ തന്നെ എന്നറിയാം. അപ്പോൾ അതിൽ പറയുന്നതിനൊന്നും കാര്യമില്ല. പിന്നെ ആഫ്റ്റർ ഓൾ എന്താണ് ഗണേഷിൻ്റെ പ്രോബ്ലം? ഗണേഷ് ഓരോ മനുഷ്യനും ഓരോരോ പ്രത്യേകതകളുണ്ടാവും. ഗണേഷിൻ്റെ പ്രത്യേകത വെച്ചാൽ അദ്ദേഹം കൂടുതലൊരു സ്ത്രീകളുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. സ്ത്രീ തിരിച്ച് അദ്ദേഹത്തിനും ഇഷ്ടമാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ ഇതുവരെ അദ്ദേഹം പീഡിപ്പിച്ചെന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു? ഇല്ലല്ലോ. അപ്പോൾ ആകപ്പാട് അദ്ദേഹത്തിനെതിരെ അങ്ങനെ വന്ന സമയം ഞങ്ങൾ അവിടെ കൊയിലാണ്ടിയിൽ ഏതൊരു കാർ തടഞ്ഞു നിർത്തി ഒരു ആരോടോ എന്താ മോശമായി സംസാരിച്ചു എന്നൊരു കംപ്ലൈൻറ്റ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോണ്ടായിരുന്നു. അത് കംപ്ലൈൻറ്റ് പക്ഷേ അങ്ങ് പോയി. അതല്ലാതെ അദ്ദേഹത്തെ പറ്റി നിങ്ങൾ ഈ പറയുന്ന കാലഘട്ടത്തിൽ ഒന്നും തന്നെ ഒരു സ്ത്രീ പോലും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയ 2 പേരാണ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത്. അത് കുടുംബ വഴക്കല്ലേ, അത് ആ രീതിയിൽ എടുത്താൽ പോരും. പിന്നെ ഈ എതിർക്കുന്നവർ അനുകൂലിക്കുന്നവരെല്ലാം തന്നെ ഗണേശൻ അവരുടെ മന്ത്രിസഭയിൽ എടുത്തിട്ടുണ്ട്. ഗണേശ് നന്നായി പെർഫോം ചെയ്തിട്ടുമുണ്ട്. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എടുക്കാതെ BJP ആണ് നാളെ ഗണേശ് അങ്ങോട്ട് 2 കൈ നീട്ടി അവർ സ്വീകരിക്കും. കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഈ വിഷയം കേരള രാഷ്ട്രീയത്തിൽ അത്ര വലിയ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. ഇത് കുറച്ച് ലൈംഗിക ദാരിദ്ര്യം പിടിപെട്ട ആളുകളും കുറച്ച് ഈ ന്യൂസ് കിട്ടാത്ത പത്രക്കാരും കൂടി കത്തിക്കുന്നതാണ്. അയ്യോ, ഒരു സ്ത്രീ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഭർത്താവിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ആക്ഷൻ എടുക്കുന്നില്ല. അങ്ങനെയാണ് ലോകത്തിൽ അത്രയും കേസുകളുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് വല്ലതും കുലുങ്ങിയോ? എന്തെങ്കിലും കുലുങ്ങിയോ? പിണറായിക്ക് വല്ല കുലുക്കമുണ്ടോ? ഗണേശന് വല്ല കുലുക്കമുണ്ടോ? ഗണേശ് ഇതില്ലാന്ന് പറയാൻ പോയോ? ഇല്ലല്ലോ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഗണേശനെ ജയിപ്പിച്ചു വിടുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്, പത്തനാപുരത്തെ ആളുകൾ. UDF-ലായപ്പോൾ LDF-ലായപ്പോൾ ഗണേശ് ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 5 തവണ. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല. ഗണേഷ് ഈസ് സോ. രണ്ടാമത്തെ കാര്യം, ഈ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് എൻ്റെ ഭാര്യമാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. അത് കുടുംബ പ്രശ്നമാണ്. അതങ്ങനെ അങ്ങ് തീർന്നാൽ മതി. അത് ഇത്തിരി വലിയ ഹൈപ്പം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ കുടുംബ പ്രശ്നമാണ്. പിന്നെ ഈ കല്ലറിയുന്ന മരത്തിന് നല്ലമാരാണ്. അതാണ് അതിൻ്റെ വേറൊരു കാര്യം. ഗണേഷ് 5 തവണയാണ് പത്തനാപുരത്ത് നിന്ന് വിജയിച്ചിട്ടുള്ളത്. പക്ഷേ അതിനിപ്പം ഈ ഒരു വിഷയത്തിലൂടെ കോൺഗ്രസിന് മുതലാക്കാൻ കഴിയും. കോൺഗ്രസ് അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇരിക്കുകയല്ലേ. അത് കംപ്ലൈൻ്റ് ഉള്ള വിഷയമാണ്. അതും ഈ പറയുന്നതിൻ്റെ മാതിരി നമ്മൾ മനസ്സിലാക്കിയ കൺസെൻസിൻ്റെ പുറത്താണ് അധികവും. അല്ലാതെ അവനാരെയും പോയി എനിക്ക് തോന്നില്ല ആ രീതിയിൽ ഒരു താല്പര്യമില്ലാതെ ആരെങ്കിലും പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയാന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം അങ്ങനെയുള്ള വിഷയങ്ങളാണ്. അപ്പോൾ രാഹുലിൻ്റെ വിഷയത്തിൽ രാഹുലിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാഹുൽ അൺഒഫീഷ്യലി കോൺഗ്രസിൻ്റെ ഭാഗമാണ്. പിന്നെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് മാത്രമേ തൽക്കാലം അവർ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിന് എങ്ങനെ ഇതിനെപ്പറ്റി പറയാൻ പറ്റും? ഇതിനെപ്പറ്റി അധികം പറയാതിരിക്കുന്നത്, ഇത്തരം വിഷയങ്ങൾ അങ്ങനെ വിട്ടേക്കുന്നതാണ് നല്ലത്. പിന്നെ സിസ്റ്റം ആക്ട് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം ആക്ട് ചെയ്യട്ടെ. പിന്നെ ഈ വിഷയത്തിൽ ഗണേശനെ കുറ്റം എത്തിലാക്കി യോഗ്യത ഉണ്ടെന്ന് കുറ്റം പറയുന്നവർ തന്നെ ആലോചിക്കട്ടെ. അപ്പോൾ രാഹുലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഗണേശൻ്റെ കാര്യത്തിൽ എനിക്കത് ഒറ്റ നിലപാടുള്ളൂ. ഈ പറയുന്ന പെൺകുട്ടികൾ ആ രീതിയിൽ കംപ്ലൈൻറ്റ് കൊടുത്താണ് ആക്ഷൻ എടുക്കുന്നത്. അതല്ലല്ലോ മ്യൂച്വൽസ് കൺസെൻറ്റിനെ പോലെ 2 ആളുകൾ എന്താണെന്ന് നിങ്ങൾക്ക് എന്താണ്? അതാണ് അതിൻ്റെ ഒരു വിഷയം. പിന്നെ ഗണേശനെ സംബന്ധിച്ചിടത്തോളം ഗണേശമായ മാടമ്പി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. ഗണേശൻ്റെ സ്വഭാവത്തിലല്ല ഈ ഒരു മാടമ്പിത്തനമുണ്ട്. പക്ഷേ പല മാടമ്പിമാർക്കും ഇല്ലാതിരുന്ന ഗുണം ഗണേശന് അതിന് പൈസ പോവില്ല. 5 പൈസ ഗണേശന് അതിന് ചിലവായില്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഗണേശ് ഇങ്ങനെ കുടുംബം തൊലച്ചിട്ട് അഴിഞ്ഞാടി നടക്കുന്ന ഒരാളെന്നല്ല ഗണേശ്. പിന്നെ വേറെ നിങ്ങൾക്ക് ഗണേശനെ പറ്റി പറയാനുമില്ല. പിന്നെ അയാളെ പറയാനുള്ള ആരോടും മുഖത്ത് നോക്കി പറയും. അത് അയാളുടെ ഗുണമാണ്. അയാളുടെ അച്ഛൻ ബാലകൃഷ്ണ പിള്ള സാറിന് എന്നെ ഭയങ്കര കാര്യമായിരുന്നു. പഠിക്കുന്നതിന് എനിക്ക് പിള്ള സാറിനെ വിളിക്കുകയായിരുന്നു. പിള്ള സാർ കാര്യങ്ങളൊക്കെ പറയാം. പിള്ള സാർ ഗണേശായിട്ട് ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പിള്ള സാർ ഒരു മാടമ്പിയാണ്, ഡബിൾ മാടമ്പിയാണ്. അച്ഛനും മോനും മാടമ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു അവർ തമ്മാവിലുണ്ടായിരുന്നത്. പിന്നെ അച്ഛൻ്റെ രീതികളോട് ഗണേശന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഗണേശൻ്റെ രീതിയോട് അച്ഛനും താല്പര്യം ഉണ്ടായിരുന്നു. അതായത് സാറിൻ്റെ സംസാരത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അത് വിളിച്ചിങ്ങനെ വലിയ ന്യൂസാക്കുക. ഇതിങ്ങനെ LDF-ന് എതിരായിട്ട് ഓരോരോ സാധനങ്ങൾ കൃത്യസമയത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ഇതിൻ്റെ ആപ്പാണ് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം. പിന്നെ ഈ വിഷയം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കേസ് പിൻവലിക്കുകയും ചെയ്തു. പിന്നെ നമുക്കെന്താണ്?
നമുക്കതിലൊന്നും കാര്യമില്ല, അത് അവർ തമ്മിലുള്ള വിഷയമാണ്, കുടുംബകാര്യമാണ്. വെറുതെ നമ്മൾ ഇടപെട്ട് നമ്മളെ സമയം മെനക്കെടുത്തണ്ട. ഇതാണ് ഗണേശിന്റെ വിഷയത്തിൽ പറയാനുള്ളത്. മന്ത്രി എന്നുള്ള രീതിയിൽ മികച്ച പ്രകടനമല്ലേ? അയാൾ നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്. അയാൾക്ക് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനും നിർത്താനും ഒക്കെ ഗണേശനാണ് അറിയാം. KSRTC ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. അന്ന് അയാൾ അച്ഛനയിലായിരുന്നല്ലോ KSRTC. ആ സമയത്തെല്ലാം KSRTC നഷ്ടത്തിലായി. ഇപ്പൊ ഗണേശ ഇതെല്ലാം കണ്ടുകൊണ്ട് വളർന്ന ആളാണ്. പിന്നെ അയാളെ രണ്ടളിയന്മാർ IAS-കാരാണ്. ഒരാൾ 28-ലാണെങ്കിലും IAS-കാരാണ്. അപ്പോൾ അതേ ഗണേഷ് ഇതെല്ലാം കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോൾ ഗണേശിൻ്റെ ബേസിക് വിഷയം എന്താണെന്ന് പറയും. പിന്നെ അപ്പുറത്തുള്ളത് പിണറായി ആണ്. പിണറായി ആണെങ്കിൽ KSRTC ഒന്നെങ്കിൽ പൂട്ടിക്കെട്ടോ അല്ലെങ്കിൽ നന്നാക്കൊന്ന് തീരുമാനിച്ചിരിക്കാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പിണറായി അതിനൊരു നോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കോൺഗ്രസിനാണെങ്കിലും ഉമ്മൻചാണ്ടി സാർ അങ്ങനെ നോഡ് കൊടുക്കാൻ പറ്റില്ല. ട്രേഡ് യൂണിയൻ അവർ വരുമ്പോൾ ഭീഷണിപ്പെടുത്തും. പിണറായിൻ്റെ അടുത്താൽ നടക്കില്ലല്ലോ. അപ്പോൾ KSRTC-നെ ഇന്ന് വലിച്ച് കരയെ കയറ്റി നഷ്ടത്തിലൊടിക്കുന്ന KSRTC ഇപ്പോൾ ഏതാണ്ട് പതുക്കെ ലാഭത്തിലേക്ക് വന്നു, ബ്രേക്ക് ഈവൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗണേശിൻ്റെ ഒരു ഗുണമല്ല. പിന്നെ വണ്ടികളൊക്കെ പൊതുവെ നന്നാവുന്നുണ്ട്. ഒരു മന്ത്രി ഉണ്ട്. പിന്നെ അതിൻ്റെ മുമ്പാതെ ഇഷ്ടംപോലെ വാങ്ങിക്കൂട്ടലുകളായി. അതിനെപ്പറ്റി ഇനി എന്തൊക്കെ വരുമെന്ന് പഠിച്ചാൽ മതി. പക്ഷേ ഗണേശിൻ്റെ സമയത്ത് അങ്ങനെ വലിയ രീതിയിലുള്ള വാങ്ങിക്കൂട്ടലുകളും കാര്യങ്ങളും നടക്കുന്നില്ല. ഗണേശ് ഇലക്ട്രിക് ബസ്സുകളെ പറ്റി ഗണേശ് ഒരു കംപ്ലയിൻറ്റ് വന്നില്ല. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നതാണ്. 8 വർഷം 9 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ബാറ്ററിയൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് കാണാം. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ യാതൊരു കാരണവശാലും ഈ വിഷയം LDF-ന് ദോഷം ചെയ്യില്ല. തെരഞ്ഞെടുപ്പ് ഇത് ദോഷം ചെയ്യാൻ പോകുന്നില്ല. ഇല്ല. ഗണേശിനെ പറ്റി എല്ലാ സമയത്തും ഉണ്ടായിരുന്നില്ല. ആപ്പാടെ CPM-നൊക്കെ ജാള്യതുണ്ട്. അങ്ങനെ ഗണേശിനെ പറ്റി ഇത്തരം ആരോപണങ്ങൾ LDF UDF ഭരിക്കാൻ വന്ന ഇവർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതാണ്. അത് തിരിച്ചൊരു ജാള്യത തന്നെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. പിന്നെ ഗണേശ് കല്യാണം കഴിക്കാതിരിക്കുന്ന ഗണേശിന് നല്ലത്. അയാൾക്ക് പെണ്ണ് വായില്ല എന്ന് എനിക്ക് തോന്നുന്നു. അയാൾക്ക് ഈ ശല്യം ഒഴിവാക്കി കിട്ടും. മുപ്പത് ആളുകളും കല്യാണം കഴിക്കുന്നില്ല. ഒരു കല്യാണം കഴിച്ച് ഒരു കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആളുകൾ പൊതുവെ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കില്ല. നിങ്ങൾ ഈ സ്വാതന്ത്ര്യമൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ. ഈ യൂറോപ്യൻ അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ വരെ കിട്ടില്ല. അതുകൊണ്ടല്ലേ മറ്റേ ഇയാളുടെ ഭാര്യ അയാളെ വിട്ടുപോയത്. ആരെ ബിൽ ഗേറ്റ്സിൻ്റെ ഭാര്യ. എലോൺ മാസ്കിനാണ് ഒരുപാട് ഭാര്യമാർ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഗണേശിന് ആപ്പാടെ പറ്റി ഗണേശ് ഭയങ്കര ബുദ്ധിവാരിയാണ് പറ്റിയ അബദ്ധം വെച്ചാൽ രണ്ടാമത് കല്യാണം കൂടി കഴിച്ചു നോക്കും. അല്ലെങ്കിൽ അയാളെ പാടായി ആരും നോക്കും. അയാൾ ഇവിടെ നമുക്കത് ശല്യം ഉണ്ടാക്കുന്നു. നമ്മളെ പൈസ മുടക്കിയിട്ട് അയാൾ ഇതിനൊക്കെ പോകും. അതിന് അയാൾക്ക് എൻ്റെ ആവശ്യമില്ല. അപ്പൂപ്പനായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നു ഇഷ്ടം പോലെ. അച്ഛനാണ് പിന്നെ കുറച്ചൊക്കെ വിറ്റ് പല ആളുകൾക്കും വീടുണ്ടാക്കി കൊടുക്കുക. പിള്ളേഴ്സ് അങ്ങനെ പോയ കാര്യം ചെയ്തിട്ടുണ്ട്. കേരളാവശ്യത്തിൽ നിന്ന് വലിയ സംഭവം തോന്നുന്നതാണ് മരിച്ച ഒരാൾക്ക് വീടെല്ലാം കൂടി ചോർന്നൊലിക്കുന്ന വീടായിരുന്നു. പിള്ളേഴ്സ് യൂത്ത് നേതാവായപ്പോൾ അവിടെ പോയപ്പോൾ വീട് ചോർന്നൊലിക്കുന്നു. പിള്ളേഴ്സ് വന്നപ്പം തന്നെ കൊല്ലത്തെ വിളിച്ച് വന്ന് പിന്നെ ഈ ഓട് കമ്പനിയിൽ നിന്ന് ഓടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ വീട് ഈ വീട് ആ ഒരു തറവാട് ആദ്യമായിട്ട് ഓടിട്ട് കൊടുത്ത് പിന്നെ വലിയ മാളികയൊക്കെ ആയിട്ടുണ്ട്. പിള്ളേഴ്സാണ്. അതാണ് ഗണേഷ്. അപ്പോൾ നിങ്ങളെ പൈസ എടുത്ത് ഗണേശിന് ചുറ്റിക്കാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അയാളെ പേര് എങ്ങനെ പിള്ളേഴ്സാ ഓട് വെഞ്ഞു കൊടുത്ത വീട് ഏതാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ അറിയില്ല. ഞാൻ പറയാത്തതുകൊണ്ടോ? അല്ല, അവരിപ്പോൾ വലിയ ആളുകൾ. അല്ല, ജനം എങ്ങനെയായിരിക്കും വിലയിരുത്താൻ പോകുന്നത്? ജനത്തിന് ഇതൊക്കെ അറിഞ്ഞൂടെ? എനിക്കും നിങ്ങൾക്കും അറിഞ്ഞൂടെ എന്താണ് ആണുങ്ങളുടെ ബേസിക് നേച്ചർ, എന്താണ് പെണ്ണുങ്ങളുടെ ബേസിക്? നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. ജനം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിനെ അതല്ലേ ആലോചിക്കും. ഞാനാണെങ്കിൽ ഞാനിതെങ്ങനെ ചെയ്യും? വളരെ അപൂർവ ആളുകൾ മാത്രമാണ് അതിനൊക്കെ മറികടക്കാനുള്ള ശേഷി ഉണ്ടാവും. വളരെ അപൂർവ ആളുകൾ. ഈ കുറ്റപ്പെടുത്തുന്ന ആളുകൾക്ക് അധികം ആളുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ട്, അവർക്കതൊന്നും നടക്കുന്നില്ല. അതിൻ്റെ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് അതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല, അയാൾ അവിടെ കഴിഞ്ഞ ഇലക്ഷൻ്റെ മുമ്പ് തന്നെ അയാൾ വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്ന് വലിയ പ്രശ്നമായിരുന്നു. എന്നിട്ടെന്താ ജ്യോതികുമാർ ചാമക്കാല ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു. എന്നിട്ട് ജയിച്ചാരാണ്? ചാമക്കാല ഈ ഒരു വിഷയത്തിലൂടെ പിന്നെ ഒന്ന് കയറി വരാമെന്നുള്ളൊരു ശ്രമം നടത്തുകയാണ്. എനിക്ക് അമ്മക്കാല നല്ല ബുദ്ധിയും വിവരമുള്ള നല്ല മനുഷ്യനാണ്. എൻ്റെ സുഹൃത്താണ്. അമ്മക്കാല ഇതിൽ കയറി പിടിക്കാത്തതാണ് നല്ലത്. ഈ ഗണേശന് അനുകൂലമായ സഹതാപം ഉണ്ടാകും. അല്ല, ഗണേഷ് കുമാർ പത്തനാപുരത്തെ ഒരുപാട് മാറ്റി. പത്തനാപുരത്തെ അയാളെല്ലാം അയാൾ വീട്ടിലെത്തുന്ന വെച്ചാൽ എല്ലാവരും പല ചിരിച്ചുകൊണ്ടല്ല, അങ്ങനെ മാടമ്പിയായി തന്നെ വീട്ടിലെത്തുക ഡേ എന്ന് തോന്നുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളത്. ആളുകൾക്ക് ഇഷ്ടമാണ്. പട്ടി പത്തനാപുരത്തിൻ്റെ ഒരു വിശേഷമുണ്ട്, കാട്ടു പത്തനാപുരം. അതിനെ മാറ്റി. ഒരു കാട് മേഖലയായിരുന്നു. ഇനി നമ്മുടെ ബാലഗോപാലിന്റെ വീട് അവിടെ ഒക്കെ ആയിരുന്നു. കൊല്ലം പത്തനാപുരത്തിന്റെ സൈഡിലായിട്ടാണ്. പുനലൂർ, കിഴക്കൻ കൊല്ലം. CPM CPI സംഘടന നടക്കുന്ന. അതെ, CPIക്ക് അല്പം പേരോട്ടുള്ള ഇടമാണ് സമീപം പുനലൂർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.